ഇന്നത്തെ ദിവസം 1999 കേരളത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ആ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായിട്ടുള്ള മനുഷ്യരുടെ മനസ്സിൽ വലിയ വേദനയും ഞെട്ടലും സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ആരാധനായിട്ടുള്ള ജയകൃഷ്ണൻ മാസ്റ്ററുടെ ജീവൻ പാനൂരിലെ മൊകേരിയിലെ സ്കൂളിൽ ക്ലാസ് മുറിയിൽ നമുക്ക് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ നഷ്ടപ്പെടുത്തിയത്. ആ സമയത്ത് 1995 എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ യുവമോർച്ചയുടെ മലപ്പുറം ജില്ലയുടെ ഉപാധ്യക്ഷയാണ്. ഞങ്ങൾ പലരും ജയകൃഷ്ണൻ മാസ്റ്ററോട് ചോദിക്കും, മാഷേ കണ്ണൂരിൽ എങ്ങനെയുണ്ട്, എന്താണ് കണ്ണൂരിലെ സ്ഥിതി? ജയകൃഷ്ണൻ മാസ്റ്റർ പറയാറുള്ളത്, എത്രയോ ആളുകൾ കണ്ണൂരിൽ ഈ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടിയിട്ട് ജീവൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ സുഖകരമായിട്ട് നടക്കുകയാണ്. മലപ്പുറത്തെയും തൃശ്ശൂരിലെയും എറണാകുളത്തെയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെയും ഒക്കെ ഭാരവാഹികളോട് മാഷ് പറയും, കണ്ണൂര് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ കൊടിയെ നെഞ്ചേറ്റാൻ വേണ്ടി, ഈ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി ഞങ്ങൾ എന്തും സഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ആ മനുഷ്യനെ 1999 ക്ലാസ് മുറിയിലിട്ട് വെട്ടിക്കീറി കൊലപ്പെടുത്തുമ്പോൾ അത് രാക്ഷസീയമായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആക്രമണമായിരുന്നു. ഈ ആക്രമണത്തിൽ, അല്ലെങ്കിൽ ക്ലാസ് മുറിയില് അദ്ദേഹത്തിന്റെ ചോരത്തുള്ളികൾ തെറിച്ചു വീണപ്പോ ഷെസീന എന്ന് പറയുന്ന, അങ്ങനെയാണ് എന്റെ ഓർമ്മ, ആ പെൺകുട്ടി അടക്കം 10-16 കുട്ടികൾക്ക് പിന്നീട് ഒരിക്കൽ പോലും പാഠപുസ്തകങ്ങളിലെ എഴുത്തുകൾ വായിക്കാൻ സാധിക്കാതെ, ഏതെങ്കിലും ഒരു ക്ലാസ് മുറിയിൽ പോയി പഠനം മുഴുമിപ്പിക്കാൻ സാധിക്കാതെ മനസ്സ് വിറങ്ങലിച്ചുകൊണ്ട് ജീവിക്കുന്ന മാസ്റ്റർ നമുക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുന്ന കുട്ടികളെ എനിക്കും നിങ്ങൾക്കും ഈ കണ്ണൂരിന്റെ മണ്ണിൽ കാണാൻ സാധിച്ചു. ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം പരിശ്രമിച്ചപ്പോ അന്ന് കേരളത്തിൽ അവർ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ മൃഗീയമായി, രാക്ഷസീയമായി എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ കൊന്നൊടുക്കാനുള്ള ഒരു യന്ത്രമായിരുന്നു CPM. അവർക്ക് മറ്റൊന്നും അറിയില്ല. അവർക്ക് കൊല്ലാൻ അറിയാം, വെട്ടാൻ അറിയാം, മനുഷ്യരുടെ ചോര വാർത്തെടുക്കാൻ അറിയാം, കുടുംബങ്ങളെ അനാഥമാക്കാൻ അറിയാം. മറ്റൊന്നും അറിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി. ആ പാർട്ടി ദേശീയ തലത്തിൽ ആ കാലഘട്ടത്തിലൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ 99 നിന്ന് 2024 എത്തി നിൽക്കുമ്പോ 25 വർഷം നമ്മെ വിട്ടുപിരിഞ്ഞ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഓർമ്മ ഇന്നും ജീവൻ തുളുമ്പിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഹൃദയത്തിൽ ഇരുത്താൻ സാധിച്ചു എന്നുള്ളതാണ് മിസ്റ്റർ പിണറായി വിജയൻ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഞങ്ങളുടെ മുന്നിൽ തോൽക്കേണ്ടി വന്നത്. നിങ്ങൾ കണ്ണൂരിന്റെ മണ്ണിൽ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന പാവപ്പെട്ട തൊഴിലാളിയെ കൊലപ്പെടുത്തിയത് ഒരു ബൂർഷയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളെ കൊലപ്പെടുത്തിയത് നിങ്ങൾ ബൂർഷകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ ആദ്യത്തെ കൊലപാതകം നടത്തിയപ്പോ അന്ന് തന്റെ ഇടമുള്ളവർ, ഭയപ്പാടില്ലാത്തവർ, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സാക്ഷി പറയാൻ സാധിക്കാത്ത മനുഷ്യരുടെ വികാരത്തെയും വിചാരത്തിന്റെയും മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് നിങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ട് പോയെങ്കിൽ നിങ്ങൾ ഭാരതാംബയുടെ മുന്നിൽ കണക്ക് പറഞ്ഞിരിക്കുകയാണ്. ഒരേ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയനെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ശപിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യർ. ആ അവസ്ഥയിലേക്ക് എത്തിയില്ലേ? താങ്കളുടെ സ്ഥാനം, താങ്കളുടെ പാർട്ടിയുടെ സ്ഥാനം ദേശീയ തലത്തിൽ എവിടെയുണ്ട് ഈ പാർട്ടി? പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, കണ്ണൂരിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന നല്ലവരായിട്ടുള്ള സഖാക്കന്മാരുണ്ടെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ബംഗാളിൽ എവിടെ എത്തി? എത്രയുണ്ട് നിങ്ങളുടെ കയ്യിൽ? ഒരു കൈയെടുത്ത് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രം ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് MLA-മാർ. ത്രിപുരയിൽ നിങ്ങളില്ല. അവസാനം നിങ്ങൾ കളിക്കുന്നത് ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ മാത്രമാണെങ്കിൽ ഞാനും നിങ്ങളും എടുക്കുന്ന ശപഥം എന്ന് പറയുന്നത് അവസാന താണിയടിക്കാൻ തയ്യാറായിക്കൊള്ളൂ ഓരോരുത്തരും എന്നുള്ളതാണ്.
അവിടെ നമുക്ക് പ്രായത്തിന്റെ പരിധിയില്ല. എന്തുകൊണ്ടാണ് പത്മിനി ടീച്ചർ ഈ സ്റ്റേജിലേക്ക് കടന്നു വന്നത്? ടീച്ചർ പറഞ്ഞില്ലേ, എനിക്ക് കസേരയിൽ ഇരിക്കാൻ താല്പര്യമില്ല. എന്താ കാരണം? ടീച്ചർ പറയുകയാണ്, ഇത് യുവമോർച്ചയുടെ പരിപാടിയാണ്. ടീച്ചർ അങ്ങനെയാണ്, ടീച്ചർ എപ്പോഴും അങ്ങനെയാണ്. ടീച്ചർ പറയുകയാണ്, ഞാൻ സ്റ്റേജിൽ ഇരിക്കില്ല ശോഭയെ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, ഇതുപോലെ ഒരു അമ്മയെ ഇന്ന് രാവിലെ കൗസല്യാമ്മയെ കണ്ട് തിരിച്ച് ആ വീടിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങിപ്പോരുമ്പോൾ അവിടെ എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുന്ന മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ കണ്ണീരിനെ ഏറ്റുവാങ്ങിക്കൊണ്ട് എത്രയോ വർഷക്കാലം ഭാരതീയ ജനതാ മഹിളാ മോർച്ചയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത പത്മിനി ടീച്ചർ ഈ വേദിയിൽ ഇരിക്കണമെന്നുള്ളത് ടീച്ചറുടെ താല്പര്യമല്ല, നിങ്ങളുടെ മക്കളെ പോലെയുള്ള ഞങ്ങളുടെ താല്പര്യമാണ്. കാരണം എന്താണെന്ന് അറിയുമോ? ഈ പ്രസ്ഥാനം അങ്ങനെയാണ്. പൂർവ്വസൂരികളോട് കൂറ് പുലർത്തിയിട്ടുള്ള പ്രസ്ഥാനം, പൂർവ്വസൂരികളെ സ്മരിക്കുന്ന പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് സത്യപ്രകാശൻ മാസ്റ്റർക്ക് കിട്ടിയത്, എന്താണ് ശോഭാ സുരേന്ദ്രന് കിട്ടിയത്? നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ കിട്ടും, പക്ഷേ തോറ്റു പോയിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മുടെ പ്രസ്ഥാനത്തെ അറിയാത്ത ചില ആളുകൾ നമ്മോട് ചോദിക്കാറുണ്ട്. ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിക്കാറുണ്ട്. അപ്പോ നമ്മൾ അതിന് കൊടുക്കുന്ന ഉത്തരം ഇങ്ങനെയാണ്: കഠിന കണ്ടകാകീർണമാണെങ്കിലും വെടിയുകില്ല ഞാൻ ഈ വഴിത്താരയെ, അനുഗമിക്കില്ല മറ്റൊരു പാതയെ എന്നാണ് ഞാനും നിങ്ങളും ചൊല്ലുന്ന അമരമന്ത്രമെങ്കിൽ, ആ അമരമന്ത്രം ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒന്നുകിൽ ഞങ്ങളുടെ പ്രായത്തിൽപ്പെട്ട ആളുകൾ, അതല്ലെങ്കിൽ അടുത്ത തലമുറയിൽപ്പെട്ടവർ, നമ്മൾ എടുത്തിട്ടുള്ള പ്രതിജ്ഞ നിങ്ങൾ കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചുകൊള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും 8 കൊല്ലം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ ഒരു ലീഡറായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ത്രിപുരയിൽ 2.5% നിന്ന് മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സ്വർഗീയനായിട്ടുള്ള KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ അദ്ദേഹത്തിന്റെ പ്രഭയ്ക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് കൂത്തുപറമ്പാണ്, രക്തസാക്ഷികളുടെ മണ്ണ്. രക്തസാക്ഷികൾക്ക് വേണ്ടി 1000 കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കേരളത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മണ്ണ്. ആ നേതാക്കന്മാരുടെ മണ്ണിൽ ഇന്ന് കേരളത്തിൽ വലിയ 2 കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. എന്താണെന്നറിയുമോ? അൻവർ, മലപ്പുറം ജില്ലക്കാരനായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെയുള്ള MLA അൻവറും, പിന്നെ ഏറ്റവും വലിയ മാഫിയ കാരാട്ട് റസാഖും എങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി എന്നതാണ് ചർച്ച. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തോട് അതിൽ തലക്കകത്ത് ആൾതാമസമുള്ള നല്ലവരായ മനുഷ്യർ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, അൻവറും കാരാട്ട് റസാഖും എങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പുറത്തുപോയി എന്നല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. എങ്ങനെയാണ് പട്ടിണി ജാഥ നയിച്ച AK ഗോപാലന്റെ പാർട്ടിയിൽ ഈ കള്ളക്കടത്തുകാർ അധികാരത്തിലേക്ക് കടന്നു വന്നത്, AKG സെന്ററിനകത്തെത്തിയത് എന്നതല്ലേ ചോദ്യം? ആ ചോദ്യമല്ലേ ചോദിക്കേണ്ടത്? ഏറ്റവും വലിയ സ്വർണ്ണക്കടത്ത് രാജാക്കന്മാർ, ഏറ്റവും വലിയ കരിമണൽ കൊള്ളക്കാർ, ഏറ്റവും വലിയ മരമുറിക്കള്ളന്മാർ, ഏറ്റവും വലിയ കോടീശ്വരന്മാരായിട്ടുള്ള പോപ്പുലർ ഫണ്ടുകാരന്റെ പണം അത് വെളുപ്പിച്ചു കൊടുക്കുന്ന മതയാനകൾ, അവരൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ വന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ AKG സെന്ററിലെത്തിയത്? എങ്ങനെയാണ് ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരും, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടന്നു പോകുമ്പോ ആ പിണറായി വിജയനെ ചൂണ്ടിയിട്ട് ഇതാ പോകുന്ന കള്ളക്കടത്തുകാരൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന് എങ്ങനെയാണ് പറയേണ്ട സാഹചര്യം ഉണ്ടായത് ഈ കേരളത്തിൽ? നിങ്ങളെ വളർത്തിയത്, നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ് അല്ലേ? അതെന്തിനു വേണ്ടിയാണ് നിങ്ങൾ വിളിച്ചത്? പാവപ്പെട്ടവന് വേണ്ടിയല്ലേ? നിങ്ങൾ കൊയ്യും വയലെല്ലാം നിങ്ങളുടേതാകും പൈങ്കിളിയെ എന്ന് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തത് നിങ്ങളല്ലേ? ആർക്കാ കിട്ടിയത്? കർഷക തൊഴിലാളിക്ക് 5 സെന്റ് ഭൂമി കിട്ടിയോ? കർഷക തൊഴിലാളിയുടെ പേര് പറഞ്ഞ് നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത് നിങ്ങൾ പാവപ്പെട്ടവരുടെ കുടുംബങ്ങളിലെ മക്കൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഉന്നത നിലവാരമുള്ള കോളേജുകൾ പോലും കേരളത്തിന്റെ മണ്ണിൽ സൃഷ്ടിക്കാതിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? കൂത്തുപറമ്പിലെ പുഷ്പനെ കാണാൻ സഖാക്കന്മാർ വന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്.
ആ കൂത്തുപറമ്പിലെ പുഷ്പനെ ചതിച്ചവനല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ? അദ്ദേഹത്തിന്റെ പാർട്ടി, അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ നേതാക്കന്മാർ അല്ലേ? നിങ്ങൾ എന്തിനാണ് സമരത്തിന് പോയത്? നിങ്ങൾ എന്തിനാണ് വെടിവെച്ചത്? സ്വാശ്രയ കോളേജ് വേണ്ട എന്ന് പറഞ്ഞിട്ടല്ലേ? എന്നിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി, ഇവിടുത്തെ സഖാക്കന്മാരോട് ഞാൻ ചോദിക്കട്ടെ, സഖാക്കന്മാരുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 2 കുട്ടികൾ എവിടെയാണ് പഠിച്ചത്? സ്വാശ്രയ കോളേജിലല്ലേ മകൾ പഠിച്ചത് അല്ലേ? ആ മകളുടെ ഭർത്താവല്ലേ കേരളത്തിലെ ടൂറിസം വകുപ്പ് മന്ത്രി? ആ ടൂറിസം വകുപ്പ് മന്ത്രിക്ക് ഇവിടത്തെ ഏതെങ്കിലും ഒരു സഖാവിന്റെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ വേണ്ട, അയോധ്യ നഗറിൽ വേണ്ട, RSSകാരും BJPക്കാരും തിങ്ങിപ്പാർക്കുന്ന പ്രദേശം വേണ്ട, അല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് 10 കമ്മ്യൂണിസ്റ്റുകാരനെങ്കിലും ഉപകാരം ഉണ്ടാകാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദി കൈയയച്ച് കേന്ദ്രമന്ത്രിയാക്കിയിട്ടുള്ള സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ടൂറിസം വകുപ്പ് മന്ത്രിയെ കണ്ട് കണ്ണൂരിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് 10 പേരെ ടൂറിസ്റ്റ് ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രൊജക്ട് കൊടുക്കാൻ ഈ മരുമകൻ റിയാസിന് സാധിച്ചോ? എന്താ സാധിക്കാത്തത്? കണ്ണൂർ അങ്ങനെ രക്ഷപ്പെടണ്ട, കേരളം അങ്ങനെ രക്ഷപ്പെടണ്ട. ഇതല്ലേ നിങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത്? നിങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന കോളനികൾ അതങ്ങനെ തന്നെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാലല്ലേ മയക്കുമരുന്ന് കച്ചവടത്തിന് ആളെ കിട്ടൂ. അങ്ങനെ ഉണ്ടായാലല്ലേ പാവപ്പെട്ടവന്റെ കുട്ടികളെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റൂ. നിങ്ങൾ ഈ തിരുവനന്തപുരത്തും മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്രയോ പാവപ്പെട്ടവന്റെ കുടിലുകളിൽ 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ ഇടനിലക്കാരായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അങ്ങനെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെ ഒഴുകി വരുന്ന ലഹരി മരുന്ന്, ആ ഒഴുകി വരുന്ന ലഹരി മരുന്നിന്റെ കണക്ക് ചോദിച്ചതിന്റെ പേരിലല്ലേ കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ അൻവറും കൂട്ടുസംഘങ്ങളും ഒരുമിച്ച് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ട് പടവാളെടുത്തത്? നിങ്ങൾ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നു, നിങ്ങൾ ലഹരി മാഫിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു, നിങ്ങൾ ലോകത്തെ വലിയ വലിയ രാജ്യങ്ങൾ ബോംബുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആലപ്പുഴയിലെ കരിമണലിലെ തോറിയം അത് നിങ്ങൾ വിൽക്കാൻ കൂട്ടുനിൽക്കുന്നു. നിങ്ങൾ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് മാസപ്പടി വാങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ മകൾ വീണയും നിങ്ങളുടെ മരുമകനും പിന്നെ നിങ്ങളുടെ മകനും പിന്നെ മകന്റെ അമ്മായിയപ്പനും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിങ്ങൾ കോടികളുടെ ബിസിനസിന്റെ കഥ പറയാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്നത്? നിങ്ങൾ അതിനല്ലേ ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നത്? ഒരു 10 മുറുക്കാൻ കട ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് ഇത്രയും വർഷമായിട്ട് ഈ കേരളത്തിന്റെ മണ്ണിലെ പാവപ്പെട്ടവന് വേണ്ടി കൊണ്ടുവരാൻ സാധിച്ചോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാരനോടാണ്, മാർക്സിസ്റ്റുകാരനോടാണ്, നിങ്ങളുടെ മുന്നിൽ നിങ്ങളോട് ഞങ്ങളെ എതിർക്കാനായി RSSനെയും BJPയെയും എതിർക്കാൻ വേണ്ടി പറഞ്ഞു തന്നത് അത്രയും കളവാണ്, കാപട്യമാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്, അഖണ്ഡതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും SDPIക്കാരനെ കൂട്ടി, പോപ്പുലർ ഫണ്ടുകാരനെ കൂട്ടി, ഏതെങ്കിലും ഒരു വാർഡ് ഭരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ സൃഷ്ടിക്കാൻ വേണ്ടി ഇവിടുത്തെ ഭീകരവാദികളുടെ പടം പറ്റിക്കൊണ്ട് എളുപ്പ വഴിയിൽ, കുറുക്ക് വഴിയിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേര പിടിക്കാനല്ല ഞങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിക്കുന്നത്. ഒരു MLA സൃഷ്ടിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ അവസാനത്തെ സ്വപ്നം എന്ന് പറയുന്നത്. ഞങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിന്റെ, ഈ രാജ്യത്തിന്റെ അതിർത്തി കടന്നുകൊണ്ട് രാജ്യത്തെ തകർക്കാൻ വേണ്ടി അന്താരാഷ്ട്ര ഭീകരവാദ ശക്തികളുടെ പണം പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്നവന്മാർ ഈ രാജ്യത്തിനകത്തേക്ക് കടന്നു വരുമ്പോ അവൻ തീവ്രവാദിയാണെങ്കിൽ അവനെതിരെ മുദ്രാവാക്യം വിളിച്ച്, അവനെതിരെ പ്രതിഷേധിച്ച്, അവന്റെ പാർട്ടിക്കെതിരെ പ്രതിഷേധിച്ച് ഞങ്ങൾ തോറ്റാലും 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 വീണ്ടും ഞങ്ങളുടെ ശരീരത്തിലെ അവസാന തുള്ളിച്ചോര നഷ്ടപ്പെടുന്നത് വരെയും ഈ രാജ്യത്തിന്റെ കാവൽക്കാരായി ഉണ്ടാകും. ഇതാണ് ഞങ്ങളുടെ ദൃഢപ്രതിജ്ഞ എന്ന് ഇവിടുത്തെ ഇടതുപക്ഷക്കാരനോടും ഇവിടുത്തെ വലതുപക്ഷക്കാരനെയും ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജയകൃഷ്ണൻ മാസ്റ്റർ സ്വപ്നങ്ങളുള്ള, മോഹങ്ങളുള്ള നമ്മളെയെല്ലാം തന്നെ യുവമോർച്ച പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് ഞങ്ങളെയെല്ലാം നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന് വളർത്താൻ പരിശ്രമിച്ച ആ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ വീണ്ടും വീണ്ടും ഇടയിൽ
നമ്മുടെ മനസ്സിനകത്തേക്ക് കടന്നു വരികയാണ്. സാധാരണഗതിയിൽ ബലിദാന പരിപാടികളിൽ അങ്ങേയറ്റം, പ്രത്യേകിച്ച് ജയകൃഷ്ണൻ മാസ്റ്ററുടെ പരിപാടിയിൽ അപൂർവമായിട്ടുള്ള സമയങ്ങളിൽ മാത്രം ഞാൻ പങ്കെടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്. കാരണം എനിക്ക് ആ കുന്നംകുളത്തിന്റെ ഇടവഴികളിലൂടെ മാസ്റ്റർ, ഒരുപക്ഷെ സത്യപ്രകാശൻ മാഷക്ക് ഓർമ്മയുണ്ടാകും, കാൽവിരലുകൾ പൊട്ടി മണിക്കൂറുകൾ പദയാത്ര നടത്തി നടന്നു വരുന്ന ആ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഓർമ്മ ഇതുൾപ്പെടെ മനസ്സിനകത്തേക്ക് വരുന്ന ഒരു സഹോദരി എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ എന്റെ മനസ്സിനകത്തേക്ക് വരികയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ അധ്യക്ഷൻ പറഞ്ഞു, ഇതൊരു കാടാണ്, ഈ കാട്ടിനകത്ത് സിംഹവും പുലിയും മാനും എല്ലാം ഉണ്ട്. ശരിയാണ്. ഈ സിംഹത്തിന് വേണ്ടി അല്ലെങ്കിൽ മുന്നേ നടക്കുന്ന സിംഹങ്ങളെ പതിയിരുന്ന് ആക്രമിച്ച് ഇല്ലായ്മ ചെയ്ത് നമ്മുടെ പ്രസ്ഥാനത്തിനെതിരെ അതിനനുസൃതമായിട്ടുള്ള കരുക്കൾ നീക്കിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മുടെ പൂർവികന്മാർ പ്രവർത്തിച്ചതുകൊണ്ട് ഇന്ന് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം വളരുകയും മുന്നോട്ട് പോവുകയും നമ്മൾ തീരുമാനിച്ചാൽ 30-ലധികം വരുന്ന MLA-മാർ അടുത്ത 2 വർഷത്തിനധികം കേരള നിയമസഭയ്ക്കകത്ത് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമല്ല. അത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. അതിവിടത്തെ ചില പ്രത്യേകമായിട്ടുള്ള ചില ആളുകൾ ചിന്തിക്കുന്നത് പോലെ, ചില ആളുകൾ പറയുന്നത് പോലെ നിങ്ങളുടെ എല്ലാം പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്ത് കണ്ടിട്ടാണ്? ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കണ്ടിട്ടാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ചില ആളുകൾ കഥകൾ മനയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ പച്ചക്കൊടി പിടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുന്നവരെ നമ്മൾ കണ്ടു. പച്ചക്കൊടി പിടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുന്നത് മുസ്ലിം ലീഗുകാരനല്ല. പച്ചക്കൊടി പിടിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തിയത്, പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും NIA രാജ്യദ്രോഹികളെ പിടികൂടാനുള്ള യന്ത്രം സ്വന്തമായി കയ്യിലുള്ള ആ ദേശീയ സുരക്ഷാ ഏജൻസി നമ്മുടെ നാട്ടിലേക്ക് വന്ന് കേരളത്തിൽ നിന്ന് വരെ എത്രയോ തീവ്രവാദികളെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി അവരിൽ പലരും തീഹാർ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവരുടെ ചില ബാക്കി പത്രങ്ങളും അവശേഷിപ്പുകളിൽ ചില ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കൊടി പിടിച്ച SDPI-കാരനും അതുപോലെ തന്നെ തീവ്രവാദിയുമെന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എളുപ്പമാണ് BJP-യെ ഇല്ലായ്മ ചെയ്യാൻ, യുവമോർച്ചയെ ഇല്ലായ്മ ചെയ്യാൻ, രാജ്യദ്രോഹ സംഘടനകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധിക്കുമോ എന്ന് പരിശോധിക്കുന്നവര് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. പണ്ട് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് കോടിയേരി പണ്ടൊക്കെ പ്രസംഗത്തിൽ പറയാറുണ്ട്, എന്താണ്, ഞങ്ങൾക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ അതൊരു പുല്ലാണ് എന്ന് പറഞ്ഞ അതേ കോടിയേരി ഇവിടെ ഭീകരവാദികൾ വളർന്നപ്പോ 21-ലധികം വരുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് SP-യുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് കിട്ടിയപ്പോ മുൻപിലും പിറകിലുമൊക്കെ നിറയെ വണ്ടികളിൽ പോലീസ് എസ്കോർട്ടുമായിട്ട് കണ്ണൂരിൽ വന്ന് ഭയന്ന് വിറച്ച് തിരിച്ചു പോയിട്ടുള്ള ആ മരണമടഞ്ഞ സഖാവ് കോടിയേരിയെ ഓർക്കുകയാണ് ഞങ്ങൾ. ഇന്നെന്താ കേരളത്തിന്റെ സ്ഥിതി എന്നറിയുമോ? എവിടെ വേണമെങ്കിലും ബോംബ് സ്ഫോടനം നടത്താൻ ശേഷിയുള്ളവന്മാർ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. അവര് പകല് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, രാത്രി അവൻ SDPI-കാരനാണ്. അവൻ എല്ലാ പ്രസ്ഥാനങ്ങളിലും ദേശീയ ധാരയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാ പ്രസ്ഥാനങ്ങൾക്കകത്തും ആ ഭീകരവാദികൾ കടന്നുകൂടിയിട്ടുണ്ട്. ആ ഭീകരവാദികളുടെ ലക്ഷ്യം എന്താണ്? ഈ കേരളത്തെ തകർക്കുക, കൈരളി ഭൂമിയെ തകർക്കുക, അമ്മയെ തകർക്കുക. ഭാരതീയ ജനതാ പാർട്ടിയിൽ കരുത്തുള്ളവരുണ്ടെങ്കിൽ ആ കരുത്തുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നടപടിക്രമങ്ങൾ ആവിഷ്കരിക്കാൻ സാധിക്കുമെന്ന് റിസർച്ച് ചെയ്യുക. പക്ഷേ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞില്ലേ, കുറെ നാളുകളായിട്ട് കണ്ണൂരിലൊക്കെ കുറച്ച് സമാധാനമുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച വിനോദൻ മാഷുമൊക്കെ അത് സംസാരിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. എങ്ങനെയാണ് കണ്ണൂർ ശാന്തമായത്? മാർക്സിസ്റ്റുകാരൻ വെറുതെ കത്തി താഴെ വെച്ചതല്ല. എങ്ങനെ വെച്ചത്?
ഈ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഡൽഹിയിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കണ്ണൂരിലെ നേതാക്കന്മാരുടെ കയ്യിലുള്ള കത്തി താഴെ വെച്ചത്. അമിത്ഷാ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞാൽ അത് പ്രവർത്തിക്കുമെന്ന ബോധ്യമുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പാവം ഗോവിന്ദൻ മാഷ്. പിണറായി വിജയൻ നോക്കിയാൽ പിന്നെ എല്ലാ കാറ്റും പോയി. പിണറായി വിജയൻ എഴുതി കൊടുക്കുന്നത് പറയുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി, ആ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഇന്ന് കേരളത്തിൽ ശാന്തശീലരായിട്ട് നടക്കുന്നത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ മുകളിൽ ഒന്നാം തരം RSSകാരനായിട്ടുള്ള ഗുജറാത്തിൽ 3 തവണ മുഖ്യമന്ത്രിയെ സൃഷ്ടിച്ച രാഷ്ട്രീയത്തിന്റെ ചാണക്യനായിട്ടുള്ള അമിത്ഷായുടെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കണ്ണൂർ ജില്ലയിലും കേരളത്തിലും മാർക്സിസ്റ്റ് പാർട്ടി കത്തി താഴെ വെച്ചിട്ടുള്ളത്. ഇനി മാർക്സിസ്റ്റ് പാർട്ടി പരിശോധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നിങ്ങളുടെ പാർട്ടിക്കകത്ത് കടന്നുകൂടിയിട്ടുള്ള തീവ്രവാദികളെ. പോപ്പുലർ ഫ്രണ്ടുകാരന്റെ കൂടെയും നിങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ട്. പൊന്നാനി തെരഞ്ഞെടുപ്പില് അബ്ദുൾ നാസർ മദനിയുടെ നേതാവിന് ടിക്കറ്റ് കൊടുത്ത് ആ നേതാവിനെ കൂടെ കൂട്ടി നിങ്ങൾ അധികാരത്തിൽ വരാൻ വേണ്ടി പരിശ്രമിച്ചു. ആ നേതാവ് സ്റ്റേജിലേക്ക് അബ്ദുൾ നാസർ മദനി കടന്നു വരുമ്പോ മദനിയുടെ മുന്നില് മൂടിക്കൊണ്ട് നിൽക്കുന്ന അന്നത്തെ പിണറായി വിജയനെ ഞാനും നിങ്ങളെ മറന്നിട്ടില്ല. ഒറ്റപ്പാലം പ്രദേശത്ത് അതേ മദനിയുടെ കൂട്ടാളിക്ക് സീറ്റ് കൊടുത്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരെ നയിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾക്ക് അങ്ങനെ തീവ്രവാദികളോട് ഒരൈത്തവുമില്ല. നിങ്ങൾക്ക് രാജ്യദ്രോഹികളോട് ഒരൈത്തവുമില്ല. നിങ്ങൾക്കാകെ മനസ്സിനകത്ത് ഐത്തമുള്ളത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനോടും ഭാരതീയ ജനതാ പാർട്ടിയോടും മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് എന്റെ സഹപ്രവർത്തകൻ, എന്റെ ആരാധനായിട്ടുള്ള ശ്രീമാൻ KT ജയകൃഷ്ണൻ മാസ്റ്ററെ ഈ വേദിയിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നത്.